എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിടെ ഇക്കിഴി റിയാക്ഷനാണ് മോഹൻലാൽ സിനിമകളുടെ തിയേറ്റർ റെസ്പോൺസ്. അതായത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വീഡിയോ ഉണ്ട്. ഒരുപാട് സിനിമകളുടെ ഈ ഇൻട്രോ സീന്, പിന്നെ അല്ലെങ്കിൽ മാസ് സീനുകൾ, ഇതൊക്കെ തിയേറ്ററിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് എന്തായിരിക്കും? അത് അന്നത്തെ ഏതെങ്കിലും വിദ്വാന്മാരെടുത്തതാണ്. അങ്ങനെ മൊത്തത്തിൽ കൂട്ടിയിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് ഇപ്പോഴേ കാണുന്നത് കേട്ടോ. 8-8.5 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. അതെ, മിക്സഡ് ആണ്. അതെ, പല സിനിമകളുടെ സംഭവങ്ങളുണ്ട്. കണ്ടു നോക്കാം. അതായത് ഏതൊക്കെ സിനിമ എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ തമ്പനയിലുള്ളത് ലൂസിഫറിലുള്ള സീനാണ്. അതിന്റെ പിന്നെ നമുക്ക് അറിയാം അതെ, അതെന്തായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്തായിരുന്നു നമുക്ക് അറിയാം. ബാക്കിയുള്ളത് നമുക്ക് ചിലതൊന്നും അറിയാത്തതുണ്ട്. നോക്കാം. ഓക്കെ, കാണാം. പക്കി, ഓ കായംകുളം കൊച്ചുണ്ണില്ലേ? എന്താ Yeah, that's right. തല ചോട്ടാ മുംബൈ. കേക്കുന്നില്ല ഡയലോഗ്. എടാ ഇരിയടാ, കാണട്ടടേ. എന്റെ മോൻ എത്ര ടൈമാണ് ഇവര് എണീറ്റ് നിന്നിട്ട്. അതിന്റെ ബിജിഎമ്മോ ആറാട്ട്. പിന്നെ നമ്മള് കണ്ടതാട്ടോ. അതെ, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തതാ. ഔട്ട് തക്ക 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 തക്ക. ഓ മൈ ഗോഡ്, എന്റെ അമ്മോ. എന്താ ഇത് കാണാനൊരു ആവേശം. ഓ വല്ലാത്ത സീനാട്ടത്. ഒരു സിനിമയുടെ എന്തിനാണ് ലുക്ക്.
ഓ ഓ എൻ്റെ അമ്മോ അത്രല്ല. എന്താലേ. ഓ എത്ര പേര് കോപ്പി അടിച്ചത് പിന്നെ അതിന് ശേഷം. അതിനെ കുറിച്ചൊന്നും പറയണ്ട. സ്വന്തമായിട്ട് തന്നെ കോപ്പി അടിക്കുന്നു അല്ലേ. പുലിമുരുകൻ. പുലിമുരുകൻ. അമ്മൻ സീനത്. തിയേറ്ററിൽ കണ്ടോ ആലോചിച്ച് നോക്കുമ്പോ മുരുക മുരുക പുലിമുരുക. ഭദ്രൻ. ഓ സ്ഫടികം. സ്ഫടികത്തിന്റെ തോമാച്ചാന്നൊക്കെ വിളിക്കുന്നുണ്ട് അതിനിടെ. ക്ലാസ് ഇൻട്രോ. ഓ മൈ ഗോഡ്. കറുത്ത മുട്ടനാടിന് നോക്കുക. വൈബ്. മാസിന്റെ തന്ത അതാണ് ആട് തോമ. അതൊക്കെ എടുത്താവിട്ട്. തീർന്നടാ നിങ്ങളൊക്കെ തീർന്നടാ. പോയോ? 8 മിനിറ്റ് കഴിഞ്ഞു. ഉണ്ടായിരുന്നത് പിന്നെന്താ. ഞാൻ വിശ്വസിക്കില്ല. എന്താ സീനുകളൊക്കെ വേറല്ലേ. ശരിക്ക് ഇപ്പം ലാലേട്ടന്റെ ആണെങ്കിലും മമ്മൂട്ടിന്റെ ആണെങ്കിലും കുറച്ചിങ്ങനെ മാസമായിട്ടുള്ള സിനിമകളിലൊക്കെ ശരിക്കും ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോണം. അതിന്റെ വൈബ് വേറൊരു ലെവലാ. ഒരു രക്ഷയില്ല. സത്യം. നമ്മള് സാധാരണ കണ്ടിട്ടുള്ള ടിവിയിലാണല്ലോ കണ്ടിട്ടുള്ളൂ. അതിന് മുന്നേ സ്പടികം കണ്ടിട്ടുള്ളതൊക്കെ ടിവിയിലാണ്, തിയേറ്ററിലൊന്നും പോയിട്ടില്ല. ഇത് 4K തിയേറ്ററിൽ അങ്ങോട്ട് കണ്ടപ്പോ എന്റെ അമ്മോ ഇതേ ആവേശമായിരുന്നു. ഈ ജനങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമുക്കും ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. ഒരു രക്ഷയില്ല. ഗംഭീര വീഡിയോ. നല്ല വീഡിയോ. ഞാൻ ഒരിക്കലും ഇതിന്
ഇത്ര ഫീല് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. വേറെ നല്ല വൈബ് അല്ലേ, അതിന്റെ സീനുകളും അതിന്റെ എഫക്റ്റും ഒക്കെ അങ്ങനെ തന്നെയാ. മറ്റേ ലൂസിഫറിന്റെ ആ സീനൊക്കെ അമ്മ, ആ ക്ലൈമാക്സിലാണ് ആ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. അയ്യോ ഭീകരം. ഏതാണെങ്കിലും ഇങ്ങനെയല്ലേ സിനിമ, അങ്ങനെ ഇങ്ങനെ പറയുന്നില്ല, അങ്ങനെ വൈബിലിങ്ങനെ, അതായത് നിലത്തുമല്ല. അത് ഈ അടുത്ത് നമ്മളത് കണ്ടു കേട്ടോ, ഓസ്ലറിന്റെ മമ്മൂക്കേന്റെ ഇൻട്രോയില് മോനെ ഇതേപോലെ ആയിരുന്നു കേട്ടോ. ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നായിരിക്കുന്നത്. ബാക്കി എല്ലാരും, നമ്മള് പിന്നെ വേറെ വൈബിലിരിക്കുന്നു, ബാക്കി എല്ലാരും ഇതേ അവസ്ഥയായിരുന്നു. സൂപ്പർ. സ്ക്രീനിന്റെ മുകളിലേക്ക് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് മമ്മൂക്കേന്റെ ഉണ്ടാവും കേട്ടോ ഈ ഐറ്റംസ് വീഡിയോ, നമുക്ക് റിയാക്ഷൻ ആയിട്ട് വരാം. സുരേഷ് ഗോപിന്റെ ഒക്കെ ഉണ്ടാവും. അമ്പോ പഴയതൊക്കെ ഭീകര സാധനം ഉണ്ടാവും. പക്ഷെ പഴയത് അന്ന് ഇങ്ങനെ അത് ശരിയാ, ഈ ഒരു കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അതെ, ഇപ്പൊ ഇതില് ആടുതോമന്റെ ഒക്കെ കാണാൻ പറ്റിയത് തന്നെ അത് വീണ്ടും ഇറങ്ങിയതുകൊണ്ടാ, അല്ലെങ്കിൽ അത് പറ്റൂലായിരുന്നു, അതൊന്നും കിട്ടില്ല. എന്താണെങ്കിലും സംഭവം തകർത്ത് പൊളി പൊളി. ഞങ്ങൾ എന്തായാലും പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.